ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ ടു ആൾ. പുതുവർഷമായിട്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി റെസിപ്പിയാണ് തൽബീന. ചിലരൊക്കെ കേട്ട് കാണും. ഒരു അറേബ്യൻ ഡിഷാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും ആ തൽബീന ഡെസേർട്ട് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്ററാണ് എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴും നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് ബാർലി പൊടി എടുത്തിട്ടുണ്ട്. ഈ ബാർലി പൊടി നന്നായിട്ട് ഈ പാല് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പാല് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കട്ട കെട്ടും, അതുകൊണ്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ നല്ലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, കട്ട കെട്ടാതെ കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും, പൊടിയല്ലേ. ഈ തൽബീന ഒരു അറേബ്യൻ ഡിഷാണ് കേട്ടോ. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഇത്, ഒരു ഡെസേർട്ടാണിത്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മുടെ ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്സ് ഇതൊക്കെ കുറയ്ക്കാനും മലബന്ധം, പിന്നെ കൊളസ്ട്രോള്, ഷുഗർ ഇതൊക്കെ കുറയ്ക്കാനും ഈ ഒരു തൽബീന വളരെ ഉപകാരമാണ് കേട്ടോ. ഇത് കഴിച്ച് നോക്കിയാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയുള്ള ഒരു സംഭവമാണ്, നല്ല ഹെൽത്തിയുമാണ്. നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഇത് വളരെ ഗുണം ചെയ്യും. പിന്നെ എന്താ പറയുക, മൂത്രാശയ സംബന്ധമായ അസുഖം, അങ്ങനത്തെ എല്ലാ അസുഖത്തിനും ഇത് വളരെ നല്ലതാണ് ഈ തൽബീന. കാര്യമായിട്ട് ഡിപ്രഷൻ, സ്ട്രെസ്സ്, നമ്മളെ മൂഡൊക്കെ ഒന്ന് നന്നായിരിക്കാനൊക്കെ ഇത് കഴിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഈ പാല് കിടന്നിട്ട് വെന്ത് വരണം കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ ഒന്നുകൂടെ ചേർക്കുന്നുണ്ട്. ഇതിൽ ഉപ്പൊന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ. ഉപ്പ്, പഞ്ചസാര ഒന്നും ചേർക്കില്ല. മധുരത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ. ഞാനൊരു 1/2 കപ്പ് ഈത്തപ്പഴം ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഈത്തപ്പഴം ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. ഈ ബാർലി പൊടിയുടെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇളക്കി കൊടുക്കണം, കാരണം ഇത് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കുറുകി വരണം, വെന്തിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ. ഈ ബാർലി പൊടിയായിട്ട് ചേർക്കുന്നില്ലെങ്കിൽ ബാർലി തന്നെ നേരിട്ട് നമ്മളൊരു 8 മണിക്കൂർ കഴുകിയെടുത്ത് 8 മണിക്കൂർ കുതിർത്തെടുക്കൂലേ, കഴുകിയെടുത്തിട്ട് 8 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടു തൽബീന ഉണ്ടാക്കുക കേട്ടോ. പക്ഷേ ഇതുപോലെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരട്ടെ. നന്നായിട്ട് കുറുകി നമ്മൾ ഇട്ട ഈത്തപ്പഴവും ബാർലിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഒരു 7-8 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം, ഒരല്പം തണുത്തതിന് ശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മാറ്റാം. ഇതുപോലുള്ള ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് സെർവ് ചെയ്യാനായിട്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഗ്ലാസ്സിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്.
പട്ട നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ തൽബീനയ്ക്ക്. ഇതുപോലെ മുകളിലായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കശുവണ്ടി പരിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിസ്തയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതൊക്കെ എല്ലാവരുടെയും ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബദാമും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഈത്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈത്തപ്പഴം നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല ഹെൽത്തി ആണല്ലോ. അതൊക്കെ ചേർത്ത് കൊടുത്താൽ എത്ര വേണമെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതാണ്. ഈത്തപ്പഴം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തൽബീന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ്. ഇത് കഴിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ. അത്രയും അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഡെസേർട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്തേക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കാം. സെർവ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ച് ഹണി ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിർബന്ധമില്ല, അതാണ് ഞാൻ പറയാൻ വിട്ടുപോയത്. പിന്നെ ഇഷ്ടമുള്ളവർ ചേർക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. വളരെ ടേസ്റ്റ് ആയിരിക്കും കണ്ടോ. ഓക്കെ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.